ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മളെ പച്ചക്കറിക്ക് നല്ലൊരു ഉഷാറ് വരാൻ എല്ലാം കുറച്ച് ഉണക്കെല്ലാം വെച്ച് തുടങ്ങി അതിൽ ലേശം ഒരു ഉഷാറ് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഓരോ ദിവസവും നമ്മളെല്ലാം ഓരോന്ന് പരീക്ഷിച്ച് നോക്കലാണ്. അതെല്ലാം പരീക്ഷിച്ചിടത്തോളം എനിക്കെല്ലാം വിജയം വന്നിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് പൂക്കൾ കുറച്ച് കക്കിരിയെല്ലാം ഉണ്ട്, അതെല്ലാം പ്രായമായി. ആ പ്രായമായത് നമ്മൾ കുറച്ചൊന്ന് ഒരു വളർന്നിട്ട് ആളടുത്തേക്ക് നമ്മൾ കുറച്ച് പ്രായമായത് കുറച്ച് പ്രായം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മരുന്നെടുക്കാൻ പോകുന്നത്, ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മരുന്നല്ല, ഇത് വളമാണ്. ഈ വളം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതെന്തല്ലാന്ന് വെച്ചാൽ, ഇത് ഉലുവ. ഇത് കണ്ട, ഉലുവ കുതിർത്തതാണ് കണ്ട. ഇത് ഒരു മധുര നാരങ്ങ, നമ്മൾ തിന്നാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്ന മധുര നാരങ്ങയാണ്. ഈ ഒരു നാരങ്ങ കൊണ്ട് അതും കൂടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളമാണ്. ഇത് നല്ല അസൽ വളം എന്ന് വെച്ചാൽ നല്ല വിറ്റാമിനുള്ള സാധനം. ഇത് ചാരാണ്, പൂക്കാനും കായ്ക്കാനും എല്ലാം നല്ല ഇതാണ്. അത് പച്ചപ്പും മഞ്ഞപ്പൂ എല്ലാം നല്ലൊരു പച്ചപ്പെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവ എടുത്തിട്ടില്ലേ. ഉലുവയും നാരങ്ങയും ഇത് മൂന്നും കൂടി ഇത് രണ്ടും അരച്ചു കൊണ്ടുവരാം. ഈ നാരങ്ങയും ഇതും അരച്ചു കൊണ്ടുവരാം. ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടിങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്കെന്താ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിനെ പറ്റിയുള്ള ഗുണം ഞാൻ പറയാം. ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഇത് നമ്മളെല്ലാവരും പ്രയോഗിച്ച് നോക്കിക്കോ. ഞാനിത് പരീക്ഷിച്ച് നോക്കിയതുകൊണ്ടാണ് നല്ല ഉണങ്ങി പഴുപ്പ് വന്ന ഇതാണ് എല്ലാം ഉണങ്ങി പൂത്ത് വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് കണ്ട, ഇത് ഇവിടെ അരക്കാം. ഇതിൻ്റെ നാരങ്ങ തോല് പിന്നെ ഇതെല്ലാം കൂടി അരക്കുവേ. തോല്, അതിൻ്റെ നാരങ്ങ എല്ലാം കൂടി എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇത് വേണ്ട, ഇതും ഈ ഉലുവി എല്ലാം ഇതിൽ ഒഴിക്കട്ടെ. ഇതെല്ലാം കൂടി ഇതിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതെല്ലാം കൂടി ഒന്ന് അരപ്പാക്കിയിട്ട് കൊണ്ടുവരാം. അരച്ചിട്ട് ഈ വെണ്ണീര് ഇവിടെ ചാരോടി ഉണ്ടേ, എന്നാൽ നമുക്കൊന്ന് ഇത് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഞാൻ പോയിട്ട് ഞാനിപ്പോൾ അരച്ചു കൊണ്ടുവന്നു. കണ്ടാ, ഇത് അരച്ചു കൊണ്ടുവന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഇതിപ്പം ഒരു 3 ലിറ്റർ വെള്ളം പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഇതിലൊഴിക്കട്ടെ. ഇതിലൊഴിക്കാം. ഈ ചാരം ഇതിലിടുന്നുണ്ടേ. കുറച്ച് കഞ്ഞിവെള്ളം, ഇത് കഞ്ഞിവെള്ളം. ഇത് കണ്ടോ, ഒരു 3 ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കാം. കേട്ടോ, ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇതെല്ലാം കൂടി കലക്കി കണ്ട. നമുക്കിപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ മത്തന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഇതിപ്പോൾ ലേശം ഈ ഉരുളക്കിഴങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് ലേശീന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഉരുളക്കിഴങ്ങാണേ. ഇനി കുറച്ച് ഒഴിച്ച് കൊടുക്കല. ഇത് മത്തനാണ്. ഈ മത്തന് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. അതാവുമ്പോൾ നല്ലോണം പൂക്കാനും കായ്ക്കാനും ആയിട്ട് മഞ്ഞച്ചപ്പ്, ആ മഞ്ഞ വെച്ചിട്ടുണ്ടാ, ഈ ചപ്പ് വന്നിട്ടുണ്ടാ മഞ്ഞ, അതിനാണ് ഇതിപ്പം ഒഴിച്ച് കൊടുക്കുന്നതിന്. എന്താ അത് പറിച്ചിട്ടയിലിട്ടിട്ട് ഇങ്ങനെ പറിച്ചയിലിട്ടിട്ട് അതിൽ തന്നെ ഇട്ടാൽ മതി. വളം ഇങ്ങനെ പറിച്ച് വിട്ട് കഴിഞ്ഞാൽ വേണ്ട, മഞ്ഞ വന്നു പോയി.
അതിൻ്റെ ചപ്പ് മുഴുവൻ പറിച്ചിട്ട് അതിൽ തന്നെ വെക്കാം. അതിൽ തന്നെ വെച്ചാൽ മതി. ഉണ്ടോ? അതൊരു ഇതുപോലെ ആയിട്ട് ഇത് നല്ല നമ്മൾ ഈ നാരങ്ങ എന്നെല്ലാം പറയുന്നത് നമുക്ക് നല്ല ക്ഷീണം മാറാനും നല്ലൊരു ദാഹവും വിശപ്പും എല്ലാം ഇടാനുള്ള ഒരു ഇതുപോലെയല്ല. അതേപോലെ തന്നെ ഇതിങ്ങനെ പഴുത്ത് വരുമ്പോൾ അവർക്കും ഇങ്ങനെ ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്ഷീണം. ഈ ഉലുവ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വാദത്തിന് നമ്മൾ ഉലുവ കഞ്ഞി വെച്ച് കുടിക്കും, നടുവേദനക്ക് ഉലുവ കഞ്ഞി വെച്ച് കുടിക്കും. അങ്ങനെയെല്ലാം പല ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഉലുവ നല്ലതാണ് പച്ചക്കറിക്ക് എന്ന് പറയുന്നത്. നമ്മൾ വേഗത്തിന് കുടിക്കും പോലെ തന്നെയാണ് അവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നന്നാകുമോ നോക്കട്ടെ ഞാൻ പരീക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി സാധനം. എന്നിട്ടാണ് ഞാനിതിങ്ങനെ ആക്കിനിപ്പോൾ. ഇപ്പോൾ ചെറിയ തക്കാളി ഉണ്ട് അവിടെ, അതിന് ഒഴിക്കാം. നമുക്ക് ഈ തക്കാളിയുണ്ട്, ഈ തക്കാളിക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാമല്ലോ. ഈ തക്കാളി കണ്ട, ഇപ്പം രണ്ടാമത് നട്ട തക്കാളിയാണ് ഇത്. കണ്ട, ഇനി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാമല്ലോ. എന്താ ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് വേഗം നന്നായിക്കോളും, വേഗം കായ് പിടിക്കും എല്ലാം ചെയ്തോളും. അതിനാണ് ഇത് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ട, നല്ല തക്കാളിയാണ് ഇത്. എന്നുണ്ട് കുറച്ചും കൂടി പറിച്ച് നടാനുണ്ട്. ഇത് നട്ടു കൊടുക്കാം. ഇത് ഉള്ളിയും കൂടി ഉണ്ട് ഇവിടെ. കണ്ടോ? ഇത് വേണ്ട, ഇത് ഉള്ളിയാണ്. ഉള്ളി വെല്ലുള്ളിയായത്. കണ്ടോ? ഇതിന് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. കണ്ടോ? ഇത് ഉള്ളിയായി. ഉള്ളിയാണ്. ഇത് വേണ്ട, ഇതിനും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിപ്പം ഉള്ളി ഇതൊരു നല്ലൊരു അടിപൊളി വളമാണ്. ഇതൊരു അടിപൊളി വളമാണ്. ഇതിപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവർക്കും പിന്നെ ഇത് ചെയ്തു നോക്കണം. ഇത് നല്ലൊരു വളമാണ്. നിങ്ങൾക്കിപ്പം ഞാൻ പരീക്ഷിച്ചിട്ട് നോക്കിയതാണ്. ഇതിപ്പോൾ നല്ല ഒരു ജീവൻ നശിച്ചു പോകുമ്പോൾ, ജീവൻ പോകുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കുന്നില്ലേ, അതുപോലെ നമ്മളിപ്പോൾ നന്ന് തളർന്ന് ക്ഷീണിച്ച് വന്ന ഈ ഒരു ഓറഞ്ച് ജ്യൂസ് കലക്കി കുടിച്ചാൽ നമുക്ക് നല്ലൊരു ക്ഷീണം മാറൂലേ, അതേപോലെ തന്നെ ഇതിൽ ഉണങ്ങി നമ്മൾ തേത്ത് വരാൻ കഴിയാത്ത സമയത്ത് ഇത് നമ്മൾ കലക്കി ഒഴിച്ച് കൊടുത്താൽ അത് തിരി വന്നിട്ട് നമ്മളെ പിന്നെ അത് ജീവിച്ച് വരും. പിന്നെ ആദ്യം പൂവും കായെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇത് ഉണ്ടാകുന്നതാണ്. പിന്നെ ഉലുവ, അതെ, ഉലുവ വാദസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. അത് ഈ നമുക്ക് മാത്രമല്ല, ഈ വാദങ്ങളെല്ലാം ഇവർക്കും ഉണ്ടാവും. അതായത് വേഗം ഉണങ്ങലും ഇതുമെല്ലാം വരുന്നത് അതിനുള്ള മരുന്നാണ് ഈ ഉലുവ. പിന്നെ ഈ ചാരം എന്ന് പറയുന്നത് വെച്ചാൽ അതും പൂക്കാനും കായ്ക്കാനും എല്ലാം നല്ലതാണ്. പിന്നെ അണുക്കളെല്ലാം ഈ ചാരമെല്ലാം ഉണ്ടായാലും അധികം ഉറുമ്പോ അങ്ങനെയുള്ള പ്രാണികളെല്ലാം ഈ ചാരത്തിന് അധികം നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാരം ഇട്ട് കൊടുക്കുന്നത്. ചാരം നമ്മളിപ്പോൾ ഒരു ഉറുമ്പ വന്നിട്ട് വേഗം ചാരം മാറിയായിട്ട് ആ ഉറുമ്പ് വേഗം പോവും. അതേപോലെയാണ് ഇതിങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ എന്തോ പിന്നെ ഒരു മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഒരാൾ പറഞ്ഞു പച്ചവെള്ളത്തിൻ്റെ പറയേണ്ടത്. നമ്മളിപ്പോൾ പച്ചവെള്ളം പറയാതെ കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മറ്റുള്ള മരുന്നെല്ലാം പറഞ്ഞ് കൊടുത്തു, പച്ചവെള്ളത്തിൻ്റെ കഥ പറഞ്ഞില്ലെങ്കിൽ അവർ പച്ചവെള്ളം ഒഴിക്കില്ല. പച്ചവെള്ളം ഒഴിക്കാണ്ട് അതിന് ഒഴിച്ച് കഴിഞ്ഞാലോ അത് ഉണങ്ങിപ്പോവും. പിന്നെ ആ മരുന്ന് നന്നല്ലായിട്ടാണ്, അത് ശരിയല്ല എന്നല്ലേ പറയൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം വിശദീകരണമായിട്ട് തന്നെ പറയുന്നത്. ഒന്നൊന്ന് മാത്രമല്ല, ഒരു സമയം എല്ലാവർക്കും അറിയില്ലായിരിക്കും, ചില സമയത്ത് അതിനെപ്പറ്റി അറിയില്ല. നമ്മളിപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ ചിലപ്പോൾ പച്ചവെള്ളം പാർന്നൊന്നും വരില്ല. വെള്ളം പാരാതെ ഉണ്ട് ഒരു സമയം കഞ്ഞിവെള്ളവും ഇതും എല്ലാം കൂടി തന്നെ ഒഴിക്കും. നമ്മളിപ്പം ഈ കഞ്ഞിവെള്ളമായാലും നല്ല ഒരു കഞ്ഞിവെള്ളത്തെ പോലെ വളം ഇവിടെ ഒന്നുമില്ല. നമ്മൾ 360 ദിവസം കഞ്ഞിവെള്ളം ഒഴിക്കാൻ കഴിയുമെങ്കിൽ ആ കഞ്ഞിവെള്ളം മാത്രമേ വേണ്ടൂ ഒരു പച്ചക്കറിക്കായാലും ഏത് കാര്യത്തിനായാലും. ഞാനിപ്പം ഇവിടെയെല്ലാം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഈ കഴുകുന്ന എല്ലാം ഞാൻ അങ്ങനെ ആ കഴുകെല്ലാം കാണുന്നില്ല, നല്ല എന്തൊരു വണ്ണാണ്, സ്ഥിരം അതിന് ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൻ്റെ പറയുന്നത് വെറുതെ പറയുന്നതല്ല, അവർ കമൻറ്റിൽ കണ്ടതാണ്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ പരാഗണം നടത്തുന്നത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിന്. പരാഗണം നടത്താൻ കാണിച്ചു കൊടുക്കുക, പക്ഷേ എങ്കിൽ അതിൽ പൂ ആയില്ല, പൂ ചെറുതായി വരുമെന്ന്. ആൺപൂവും പെൺപൂവും രണ്ടും വേണം, എന്നാൽ മാത്രമേ നമുക്ക് പരാഗണം നടത്താൻ കഴിയൂ. അതിപ്പം ഈ കായ്ച്ച വന്നതുകൊണ്ട് കായ്ച്ച എല്ലാറ്റിനും ശല്യം. കായ്ച്ച കുത്തിയാൽ പിന്നെ കായ് ചെയ്യിക്കില്ല.
അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കായ്ച്ചക്ക ഈച്ചക്കണി ഉണ്ട് ഒന്ന് കൊണ്ടുവരാൻ. അത് കൊണ്ടുവന്ന് മേടിച്ചിട്ട് അടഞ്ഞേറ്റി കൊടുത്താൽ അതിൻ്റെ അകത്ത് എല്ലാം വന്ന് ആ അളുവിൻ്റെ അകത്ത് ആ ഒരു ഡപ്പയില്ല, ആ ഡപ്പയിൽ വന്ന് നിറച്ചും ഉണ്ടാവും. അത് കുറേ കഴിഞ്ഞ് നിറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു കുഴി കൊത്തിയിട്ട് അതിൻ്റെ അകത്ത് തട്ടിയിട്ട് അടമൂടുക വേണ്ടത്, അല്ലെങ്കിൽ ഇത് പറന്നു പോകും. അങ്ങനെയാണ് കായ്ച്ച കുത്താണ്ടിരിക്കേണ്ടത്. എൻ്റെ ഇതിപ്പോൾ കുറച്ച് കായ്ച്ചില്ല, ഞാൻ അതിന് കായ്ച്ചക്ക് നമുക്ക് വേറെ മരുന്നൊന്നും പ്രയോഗിച്ചാലൊന്നും നിൽക്കില്ല. ആ കായ്ച്ച വന്നിട്ട് കായ്ച്ച തന്നെ ഈ ഇങ്ങനെ വന്നിട്ട് അവർ വീണിട്ട് അവരെ കൊല്ലു തന്നെ വേണം. അവരെ കൊല്ലണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനൊരു ഇതുണ്ട്, ഈച്ചക്കണി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് മേടിച്ച് കൊണ്ടുവന്ന് വെക്കണം. അത് എനിക്കിന്ന് പോകാൻ പറ്റായിട്ടാണ് നാളെ കാര്യം പോയിട്ട് കൊണ്ടുവന്നിട്ട് വെക്കണത്തിൽ, അല്ലെങ്കിൽ എല്ലാം കുത്തിപ്പോകും. തക്കാളി എല്ലാം ഇടയ്ക്ക് തക്കാളി എല്ലാം 3-4 തക്കാളി എല്ലാം കുത്തിയിട്ട് കെട്ടുപോയി. അത് ഈ ഒരു സൂചി മുതൽ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പുശു വരും. പുശു കയറി ആ പുശു കയറി അതങ്ങനെ കെട്ടുപോയി. അങ്ങനെയാണ് അത് പോകുന്നത്. ഈ ഈച്ച ഇല്ല ഇതിനകത്ത് ഈച്ച കഴിച്ച് നമ്മൾ കുത്തുന്നതന്നെ ഞാൻ തന്നെ കണ്ടു, മിഞ്ഞാന്ന് ശരിക്കും കണ്ടു. ഈച്ച വന്നിരുന്നിട്ട് പോയി അപ്പാടെ വെള്ളം വന്നിടങ്ങിനി, പിന്നെ കുക്കുംബറിന്. അതാണ് ഞാൻ ഇത് പറയുന്നത്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരെയും സപ്പോർട്ടില്ലുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പം ഇതുവരെ ആയത്. ഇനിയും തന്നെ നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊന്നും മുന്നോട്ട് പോകാൻ കിട്ടില്ല. എനിക്ക് കഴിയുന്നതായിട്ടുള്ള എൻ്റെ സുഖമില്ല, നടുവിനും സുഖമില്ല, ഒന്നുമില്ല. പക്ഷേ കയ്യിലെങ്കിലും ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് അതിനെക്കാട്ടിയും ഇതാണ് അസുഖമാണ്. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കടുത്തത്ത് തന്നെയാണ്. അതിപ്പം ഈ ഒറ്റക്ക് പിടിച്ചാലും നടക്കാൻ കഴിയില്ല. എനിക്ക് പിടിച്ചിട്ട് നടക്കാൻ കഴിയില്ല. എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് കുളിപ്പിക്കാനെല്ലാം കൊണ്ടുപോവുക എനക്കാവില്ല. എൻ്റെ മോള് വന്നിട്ട് രാവിലെ വന്ന് കുളിപ്പിച്ചിട്ടാണ് പോവുക. പിന്നെ ഭക്ഷണമെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം വൃത്തിയെല്ലാം ഞാൻ ആടുന്ന് പോകാതെ വേണ്ടി മാറ്റിയിട്ടെല്ലാം അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. മറ്റൊന്നും എനിക്കിപ്പോൾ അമ്മേനെ എടുത്തിട്ടൊന്നും കൊണ്ടുപോകാനാവില്ല. എനിക്ക് നട്ടലും ഇല്ല കാലും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാനുള്ളത്. എനിക്ക് കഴിയുന്നൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേ. ഒരു കൃഷിയായാലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നാണെങ്കിൽ ഇപ്പം വീട്ടിലിരുന്നാൽ മതി, ഒന്നും വീട്ടിലിരുന്നാൽ മതി. വീട്ടിലിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ നമുക്ക് ബായിൽ ഇത് നമ്മൾ നോക്കി കാണുന്ന ഈ സന്തോഷം നമുക്ക് അന്നേരം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം. പിന്നെ കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റെല്ലാം ഇടുക, അതെല്ലാം ഞാൻ വായിക്കും. അതിനെല്ലാം ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ കമൻറ്റും ചെയ്യണം. എൻ്റെ അടുത്ത് അപാകതയുള്ളതെല്ലാം നിങ്ങൾ പറയുകയും വേണം. അത് മുഴുവൻ എനിക്ക് കേൾക്കണം. പക്ഷേ ഇനി എന്താണെന്ന് വെച്ചാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചെയ്യണം. എനിക്ക് നിങ്ങളെല്ലാവരും സഹായമുണ്ട്, സപ്പോർട്ടും ഉണ്ട് എന്നെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ എന്നും നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ തീരുന്നവരെ കാണണം. എന്നാൽ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ. നല്ല വ്യൂസും കിട്ടണം, അത് വാച്ചവറും വേണം, എല്ലാം വേണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. പിന്നെ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നമസ്കാരം. ഇനി വീണ്ടും നാളെ കാണാം.